ചിങ്ങം പിറന്നിരിക്കുന്നു. ഇനി എങ്ങും ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പാണ്. പക്ഷേ ചിങ്ങം 1 ദിവസത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിദാരുണമായ വാർത്തകളാണ്. യുക്രൈൻ നടത്തിയ ശക്തമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് മോസ്കോയ്ക്ക് സമീപമുള്ള റഷ്യൻ ആമസോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭീമൻ വെയർഹൌസ് കത്തിയെരിയുന്നതിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. ക്രൈലിൽ നിന്ന് കേവലം 25 മൈൽ മാത്രം അകലെയുള്ള ഈ കൊളേഡിനയിലെ വൈൽഡ്സ് ബെറീസ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. ഈ സമുച്ചയത്തിലാണ് ഇന്ന് പുലർച്ചെ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലറായ വൈൽഡ് ബെറീസ് പുടിന്റെ സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രം കൂടിയാണെന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. രാത്രിയിൽ കുറഞ്ഞത് 600 ഡ്രോണുകളെങ്കിലും മോസ്കോ നഗരത്തിന് നേരെ എത്തിയതായി മേയർ സെർജി സോബൈനിൽ വ്യക്തമാക്കിയപ്പോൾ 822 യുക്രൈനിയൻ ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. മോസ്കോ മേഖലയിലെ ഒരു വീടിന് മുകളിൽ ഡ്രോൺ പതിച്ച് 83 വയസ്സുള്ള വയോധികൻ കൊല്ലപ്പെട്ടു. റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ റോസ്തോപ്പ് മേഖലയിലെ 3 നഗരങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 5 പേരും കൊല്ലപ്പെട്ടു. ഇതാദ്യമായി റഷ്യൻ മണ്ണിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി കഴിഞ്ഞ രാത്രി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2 യുക്രൈൻ കമ്പനികൾ നിർമ്മിച്ച ഡ്രോണുകൾ യുക്രൈനിൽ കൈമാറുകയും റഷ്യയ്ക്കുള്ളിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നതായി യുക്രൈൻ സേന ഇവ ഉപയോഗിക്കുകയും ചെയ്തു. അതേസമയം യുക്രൈന് നേരെ റഷ്യയും രൂക്ഷമായ ആക്രമണം നടത്തി. ഡ്രോൺ ആക്രമണങ്ങളിൽ തലസ്ഥാനമായ കിയേവിലെ വീടുകൾ തകരുകയും പ്രശസ്തമായ ബുക്ക് മാർക്കറ്റിംഗ് തീപിടിക്കുകയും ചെയ്തു. ക്രൈവി റഹീന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. സുമി നഗരങ്ങളിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു സംഭവത്തിൽ റൊമാനിയൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച റഷ്യൻ ഡ്രോണിനെ നാറ്റോയുടെ ഈ ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടു. ഗാലക്റ്റിക്ക 14 മൈൽ വടക്ക് ദേശീയ വ്യോമ അതിർത്തിയിൽ ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് 2 സ്പാനിഷ് F-18 വിമാനങ്ങൾ രംഗത്തിറങ്ങി. റൊമേനിയൻ പ്രതിരോധ മന്ത്രി രാഡു മിരിറ്റയുടെ വാക്കുകൾ. പുലർച്ചെ 5:01 ബലേനി കുദാൽബി പ്രദേശങ്ങൾക്കിടയിലുള്ള ജനവാസമില്ലാത്ത മേഖലകളിൽ വെച്ച് ഡ്രോൺ തടയുകയും തകർക്കുകയും ചെയ്തു. റൊമാനിയ തങ്ങളുടെ വ്യോമ അതിർത്തി സംരക്ഷിക്കും. നമ്മളുടെ സഖ്യകക്ഷികൾ ഒപ്പമുണ്ട്. നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ നടത്തുന്ന തുടർച്ചയായ ലംഘനങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. റൊമേനിയൻ അതിർത്തിയോട് ചേർന്നുള്ള ഒഡേസ മേഖലയിൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടയിലാണ് സംഭവം. തെക്കൻ യുക്രൈനിലെ ആക്രമണങ്ങളുടെ മറവിൽ നാറ്റോയുടെ പതിവ് പ്രതികരണ ശേഷി പ്രതിരോധിക്കാൻ പുടിൻ മനഃപൂർവ്വം നടത്തുന്ന നീക്കമാണിതെന്ന സംശയവും ശക്തമാണ്. വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു. മോസ്കോ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനത്തെ വിൻകോവോ, ദൊമോദേദോവോ, ഷുക്വോക്സി വിമാനത്താവളങ്ങളിലെ സർവീസുകൾ നിർത്തിവെച്ചു. 27 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള വൈൽഡ് ബെറീസ് ഹബിലുണ്ടായ വൻ തീപിടുത്തവും കറുത്ത പുകയും പുടിന് കടുത്ത തിരിച്ചടിയായിട്ടുണ്ട്. റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് ശൃംഖലയായ വൈൽഡ് ബെറീസിൽ പുടിൻ ഭരണകൂടത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥയിലുള്ളതാണ് ഇത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റഷ്യൻ സൈന്യത്തിന് സാധനങ്ങൾ എത്തിക്കുന്ന വൈൽഡ് ബെറീസിന് നേരെ ഉണ്ടായ സമീപകാലത്തെ തുടർച്ചയായ ആക്രമണങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും മോസ്കോയിലെ വിതരണ ശൃംഖലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മോസ്കോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള നോർത്ത് ദെമോദേദോവോ എന്ന 2ാമത്തെ വെയർഹൌസ് സമുച്ചയത്തിൽ നിന്നും രാവിലെ തീപിടുത്തമുണ്ടായി. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് ഈ മോസ്കോ റീജിയൻ ഗവർണർ ആൻഡ്രേ വോറോബിയോ പറഞ്ഞു. വടക്കൻ കൊറിയൻ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ വടക്കൻ കൊറിയൻ നിർമ്മിത KN-23 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു. കീവിലെയും സെലൻസ്കിയുടെ സ്വന്തം തട്ടകമായ ക്രൈവി ഹിറിയിലെയും റഷ്യൻ ആക്രമണം കനത്തു. കിയേവിലെ ഓബോലോൺസ്കി ജില്ലയിലെ മാർക്കറ്റിൽ വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ ഏറ്റവും വലിയ ഖനന മെറ്റലർജിക്കൽ സംരംഭമായ ആർസെലർ മിത്തൽ ക്രൈവറി ഹിർസ്മെറ്റ് പ്ലാന്റ് സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ തകർന്നതായി പുടിന്റെ സേന അവകാശപ്പെട്ടു. യുക്രൈനിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഈ ക്രെമെൻചുക്കും ആക്രമിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഡ്രോണുകളുടെ ഉപയോഗം ശക്തമാണ്. റഷ്യൻ മണ്ണിലെ ആക്രമണത്തിനായി യുക്രൈൻ ഉപയോഗിച്ച ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ ന്യായ് ഉൾപ്പെടുന്നു. ബേസ് സിസ്റ്റം സബ്സിഡറിയായ കോൺബെൻ ലെൻസ് വികസിപ്പിച്ചെടുത്ത ജെറ്റ് അധിഷ്ഠിത ആക്രമണ ഡ്രോണിന് 9 അടിയിലധികം ചിറകുകളും 150 മൈലിലധികം ദൂരപരിധിയുമുള്ള ഈ ഡ്രോൺ കഴിഞ്ഞ വർഷം ബെൽഗോറോഡിനെതിരെ ഉപയോഗിച്ചിരുന്നു.
600 മൈലിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള മറ്റൊരു ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണും യുക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ ബ്രിട്ടീഷ് സംവിധാനങ്ങൾ പങ്കാളികളായിട്ടുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. മുൻപ് യുക്രൈൻ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും അവയുടെ ഉയർന്ന ചിലവ് ലഭ്യതക്കുറവുമാണ് ഡ്രോണുകളിലേക്ക് മാറാൻ കാരണം. അതേസമയം ഇന്നത്തെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ഡ്രോണുകൾ ഉപയോഗിച്ചതായി തെളിവുകൾ ഒന്നും തന്നെയില്ല. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയുമായി റഷ്യയിലെ പ്രമുഖ റോക്കറ്റ് സ്പേസ് പ്ലാന്റ് നേരെ യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പുടിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖലയുടെ വികസനത്തിന് ഉപയോഗിക്കുന്ന സാമറയിലെ പ്രോഗ്രസ് റോക്കറ്റ് സ്പേസ് സെന്ററിന് നേരെയായിരുന്നു ആക്രമണമെന്ന് സെലൻസ്കി സ്ഥിരീകരിച്ചു. ഇലോൺ മസ്കിന്റെ ഈ സ്റ്റാർലിങ്ക് സംവിധാനത്തിന് ബദലായി റഷ്യ വികസിപ്പിക്കുന്ന രാസ്വെറ്റ് സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം തടസ്സപ്പെടുത്തുകയായിരുന്നു ആക്രമണ ലക്ഷ്യം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.